ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം സുഖമല്ലേ? അപ്പോൾ ഞാനിന്നൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്കുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. തേങ്ങേൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡ് ഉണ്ട്, 2 പാക്കറ്റ് പാലുണ്ട്, പിന്നെ സാബൂനരി ഉണ്ട്, പിന്നെ സേമിയ ഉണ്ട് കേട്ടോ. ഇത് മുഴുവനൊന്നും ഞാൻ എടുക്കില്ല, എനിക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ ഞാൻ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാനിതാ പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ 2 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ ലൈക്കും ഒന്ന് ഷെയറും കൂടെ ചെയ്യണേ. അപ്പോൾ ഞാൻ അതിലോട്ട് സേമിയ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അത് വറുത്ത് കോരി മാറ്റിയിട്ട് ഞാനിത് സെയിം പാത്രത്തിൽ തന്നെ 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് സാബൂനരി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും കൂടെ ഒന്ന് വറുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ ആ പാത്രത്തിലേക്ക് പാലൊഴിച്ച് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് പാല് മാറ്റി വെക്കുന്നുണ്ട്. അത് എന്നിട്ട് നമ്മൾ സേമിയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചുണ്ടിൽ രാജസല്ലഭങ്ങളോ പുന്നാരപ്പൂങ്കിന്നാരങ്ങളോ കണ്ണോരം ഞാനും നീ എന്ന രാഗം എന്നാലും നമ്മിൽ നിറയുമനകതാരം മരതക മഞ്ചും നീളി മിഴികളിൽ കിനാക്കളോ. അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് അതിലേക്ക് ഏലക്കായും പഞ്ചസാരയും കൂട്ടിയിട്ട് ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഏലക്കായ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ പാൽ തിളച്ച് വന്നപ്പോഴേക്ക് സേമിയ ചേർത്തിട്ടുണ്ട്. ആദ്യം ഞാൻ സാബൂനരി ഇട്ടീനു കേട്ടോ. അത് വേവിച്ച് അത് വെന്ത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ സേമിയ ചേർത്തത് കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്ത് അത് നന്നായി വേവിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അതിലേക്ക് പാല് മാറ്റി വെച്ചെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 കയ്യിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരം നോക്കിയിട്ട് പിന്നീട് ബാക്കി ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നതല്ല, അപ്പം മധുരം കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങയുടെ 2-ാം പാല് ചേർക്കുന്നുണ്ട് കേട്ടോ. പൊടിച്ച് വെച്ച ഏലക്കായ ഞാനതിൽ ചേർത്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്ത് കോരി ഇടാനുണ്ട് കേട്ടോ. ലാസ്റ്റായിട്ട് ഞാനിത് 1-ാം പാല് ചേർക്കുന്നുണ്ട്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളക്കാൻ പാടില്ല കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പായസം പിരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് മാറ്റി വെക്കാം കേട്ടോ അടുപ്പത്തുനിന്ന്. അപ്പോൾ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട് ഒക്കെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ അണ്ടിപ്പരിപ്പാണ് ചേർക്കുന്നത്. അതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് മുന്തിരി ആഡ് ചെയ്ത് നമ്മളെ പായസത്തിലോട്ട് തട്ടുന്നുണ്ട്. നമ്മൾ മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുന്നുണ്ട്.
കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാര കാരമലൈസ് ചെയ്തൊന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ പായസത്തേക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പായസം ഉണ്ടാക്കൽ. എല്ലാവരും എങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കാണാത്തവർ കാണാൻ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.